ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ തനിച്ചിരിക്കുന്ന രത്നക്കരികിലേക്ക് എത്തി പാറു രത്നയോട് ചോദിച്ചു, ഇപ്പോൾ രത്നയുടെ മനസ്സിൽ ആ മാഷിനോടുള്ള പ്രണയം അതുപോലെയുണ്ടോ, ആ മാഷിനോടുള്ള സ്നേഹം അതുപോലെയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും രത്ന മറുപടി ഒന്നും പറയാതെ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഗിരിയേട്ടൻ നിങ്ങൾ വിവാഹത്തിന് സമ്മതം മൂളുകയാണെങ്കിൽ എന്തായിരിക്കും രത്നയുടെ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോഴും രത്ന പറഞ്ഞു, എനിക്ക് അതിനും മറുപടി പറയാനൊന്നുമില്ല പാറു, കാരണം എൻ്റെ ഏട്ടനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ ഏട്ടൻ്റെ തീരുമാനം എന്താണോ അതിനൊപ്പേ ഞാൻ നിൽക്കുകയുള്ളൂ. മാത്രമല്ല, എൻ്റെ ഏട്ടനെ ഇതുപോലെ അപമാനിച്ച ആ കുടുംബത്ത് ഞാൻ എങ്ങനെയാണ് പാറു സമാധാനത്തോടെ ചെന്ന് കയറുക? അന്ന് പാറു കൂടി കണ്ട കാര്യങ്ങളല്ലേ എൻ്റെ ഏട്ടനെ എത്രത്തോളം അപമാനിച്ചു എന്ന്. ഏട്ടനെ മാത്രമോ, എൻ്റെ അനുജത്തിമാരെ എല്ലാവരെയും അന്ന് മാഷിൻ്റെ കുടുംബം അപമാനിച്ചിട്ടല്ലേ ഇവിടെ നിന്ന് പോയത്. ആ ഒരു സാഹചര്യത്തിൽ, അങ്ങനൊരു മാനസികാവസ്ഥയിൽ എൻ്റെ ഏട്ടനെ ആക്കിയ ആ കുടുംബത്തോട് താൻ എങ്ങനെ പൊറുക്കും? അന്ന് പാറു ഞങ്ങളോട് പറഞ്ഞതല്ലേ ഇതുപോലൊരു ഏട്ടനെ കിട്ടുന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണെന്ന്. അതെ, ഇങ്ങനൊരു ഏട്ടനെ ഞങ്ങൾക്ക് കിട്ടിയത് മഹാഭാഗ്യം എന്നല്ല, ഞങ്ങളുടെ ദൈവമാണ് ഏട്ടൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം പോലും എൻ്റെ ഏട്ടന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. എൻ്റെ ഏട്ടന് വേദനയുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നതായിരുന്നു രത്നയുടെ മറുപടി. ഏട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാനും താൻ തയ്യാറല്ല എന്ന് രത്ന പറയുമ്പോൾ അത് കേൾക്കുന്ന പാറു പറഞ്ഞു, അത് ശരി, അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ഏട്ടന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണോ? അപ്പോൾ ഏട്ടൻ്റെ തീരുമാനത്തിനല്ലാതെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവില്ലേ എന്ന് രത്നയോട് ചോദിക്കുമ്പോൾ പാറുവിനോട് രത്ന പറഞ്ഞു, ഇല്ല, എൻ്റെ ഏട്ടൻ്റെ തീരുമാനം എന്നാണോ അതായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനമെന്ന് ഉറച്ച സ്വരത്തിൽ രത്ന അറിയിച്ചു. അത്രത്തോളം ആ ഏട്ടനെ സ്നേഹിക്കുന്ന അവരുടെ ആ സ്നേഹം കണ്ട് പാറു ആ ഏട്ടനെ ദ്രോഹിക്കാൻ പോകുന്ന തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് വേദനയോടെ നിന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ വെച്ച് കാർത്തിക ഡോക്ടറെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഗിരി. നേഴ്സുമാരോടും മറ്റു പലരോടുമായി അന്വേഷിച്ചിട്ടും അപ്പുറത്തുണ്ട് എന്ന് മാത്രമല്ലാതെ കാർത്തിക ഡോക്ടറെ കണ്ടെത്താൻ ഗിരിക്ക് കഴിയുന്നില്ല. ആ സമയത്ത് പാറു ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിയും മറ്റെല്ലാവരും കൂടി പാറുവിൻ്റെ അരികിലേക്ക് ചെന്നു. കുഞ്ഞി പാറുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ എഴുത്തിയമ്മ എന്തേ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും, ഒന്നുമില്ല മോളെ എന്ന് പാറു മറുപടി നൽകി. അപ്പോഴേക്കും കുഞ്ഞു പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ എഴുത്തിയമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അത് കേട്ടുന്ന റാണി ചോദിച്ചു, അത് ശരി, അത് നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, വെറുതെ നീ എഴുത്തിയമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് റാണി അന്വേഷിച്ചപ്പോഴേക്കും കുഞ്ഞു പറഞ്ഞു, അതെ, റാണി ചേച്ചിയോട് ചോദിച്ചാൽ ഉണ്ടാക്കി തരാമെന്ന് എനിക്കറിയാം, പക്ഷേ റാണി ചേച്ചിയല്ല, ഏടത്തിയമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഒരു അമ്മയുടെ വാത്സല്യവും ഒക്കെ ചേർന്നിട്ടല്ലേ അത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ റാണി പറഞ്ഞു, അത് ശരി, ഇത്രയും നാളും ഈ അടുക്കളയിൽ ഭരണം ഏറ്റെടുത്ത് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട ഞാൻ ആരായി എന്ന് ചോദിച്ചപ്പോഴേക്കും റാണിയുടെ ചോദ്യം കേട്ട് കുഞ്ഞു പറഞ്ഞു, റാണി ചേച്ചി ഉണ്ടാക്കുന്നത് പോരാ എന്നല്ല, പക്ഷേ ഏടത്തിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. അതിനെന്താ, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് രശ്മി ചോദിച്ചു, അതെന്താ ഏടത്തിയമ്മ അങ്ങനെ പറഞ്ഞത്, ഇവിടെ ഉള്ളിടത്തോളം കാലം ഏടത്തിയമ്മ എവിടെയെങ്കിലും പോവാണോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പാറു പറഞ്ഞു, അയ്യോ അതല്ല, ഞാനിനി ഇവിടെ അങ്ങ് നിന്നാൽ പറ്റില്ലല്ലോ, എനിക്ക് ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും രത്ന പറഞ്ഞു, അത് ശരിയാ, എന്നും ഇങ്ങനെ ഇവിടുത്തെ അടുക്കളയിൽ കഴിഞ്ഞാൽ പോരാ, പ്രാക്ടീസ് ചെയ്യണ്ടേ, നല്ലൊരു ഡോക്ടറല്ലേ, അപ്പോൾ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. അത് ശരി തന്നെയാണ് പാറു പറഞ്ഞത് എന്ന് രത്നയെ സമ്മതിച്ചു. എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേറെ നിറച്ചുണ്ടാക്കി തരും, അത് എനിക്ക് യാതൊരു പരാതിയോ അതിലെനിക്ക് വിഷമം ഉള്ളതല്ല എന്ന് പറഞ്ഞ്, വാ കുഞ്ഞി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പാറു വേഗം തന്നെ കുഞ്ഞിയെ വിളിച്ചുകൊണ്ട് വേഗം കിച്ചണിലേക്ക് പോകണം. അപ്പോഴേക്കും നിങ്ങൾക്ക് 4 പേർക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ രശ്മി പറഞ്ഞു, 4 പേർക്കോ, ഒരു 7 പേർക്കുള്ള ഭക്ഷണം വേണം, നമ്മൾ കഴിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാലോ, 1-2 ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, അതുകൊണ്ട് അവർക്ക് കൂടിയുള്ള ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതിശയത്തോടെ പാറു ചോദിച്ചു, അതിനിപ്പോൾ ഏത് ഗസ്റ്റാണ് വരാനുള്ളത്? ഉടനെ രത്ന പറഞ്ഞു, എൻ്റെ പാറു, അവളത് വെറുതെ പറയുന്ന ഗസ്റ്റ് എന്നൊക്കെ, അവൾ ഉദ്ദേശിച്ചതേ അവൾക്ക് വേണ്ടി തന്നെ കുറച്ചേറെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്, അവൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ന്യായമൊക്കെ വിളമ്പുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ ചിരിച്ചുകൊണ്ട് രശ്മി എന്ന് വിളിച്ച് പാറു എല്ലാവരെയും വിളിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോന്നു. അങ്ങനെ കിച്ചണിൽ അവർ പാചകം ചെയ്യാൻ തയ്യാറാകുന്ന പാറുവിനോട് ഈ പാചകം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലേയെന്നും അങ്ങനെ ഇഷ്ടമാണോ എന്നൊക്കെ അവർ അന്വേഷിച്ചു. എനിക്ക് പാചകം ചെയ്യുന്നത് വലിയ ഇഷ്ടമാണെന്നും നേരത്തെ തന്നെ ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഒത്തിരി താല്പര്യം കാണിച്ചിട്ടുണ്ടെന്നും തനിക്കതിൽ ഇഷ്ടമേ ഉള്ളൂ എന്നും പാറു പറയുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടതോടെ രശ്മി അരികിലേക്ക് വന്ന് ചോദിച്ചു, അതെ, നമുക്ക് പിസ്സ ഉണ്ടാക്കിയാലോ, പിസ്സ ആണെങ്കിൽ അത് നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പാറു പറഞ്ഞു, പിസ്സ ഉണ്ടാക്കാനായിട്ട് ഇവിടെ പറ്റില്ലല്ലോ, അതിന് അവൻ വേണം എന്ന് പറഞ്ഞു. ഓ അത് ശരി, അതാണെങ്കിൽ അങ്ങനെ ഒരു സാധനം നമുക്ക് മേടിപ്പിക്കാം,
ഉടനെ രത്ന പറഞ്ഞു, പിന്നെ മേടിച്ച് ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ ഇപ്പോൾ അത് മേടിച്ചു തരില്ലേ? അപ്പോഴേക്കും റാണി പറഞ്ഞു, ഏട്ടത്തിയമ്മ പറഞ്ഞാൽ ചിലപ്പോൾ മേടിച്ചു തരും അല്ലേ എന്ന് കുഞ്ഞ് അഭിപ്രായം പറഞ്ഞത് കേട്ട് റാണിയും മറ്റെല്ലാവരും ചിരിച്ചു. ഉടനെ ഏട്ടത്തിയമ്മ എന്താ മേടിച്ചു തരത്തില്ലേ എന്നിങ്ങനെ അവർ സംശയത്തോടെ ചോദിക്കുമ്പോൾ, ശരി നമുക്ക് മേടിക്കാം, പരിഹാരം ഉണ്ടാക്കാമെന്നേ എന്ന് പറഞ്ഞ് പാറു അവരെ സമാധാനപ്പെടുത്തി. ഉടനെ എന്നിട്ട് വേണം നമുക്കൊരു അവൻ മേടിച്ചിട്ട് വേണം ഇതെല്ലാം ഉണ്ടാക്കി തിന്നാൻ എന്ന് രശ്മി പറഞ്ഞപ്പോഴേക്കും രശ്മി ഓവെന്ന് പറഞ്ഞു കേട്ട് ഉടനെ പാറു രശ്മിയെ തിരുത്തി, അതെ അവൻ ഓവൻ എന്നല്ല അവൻ എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഓ എന്തായാലും സാധനം ശരിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഈ രശ്മി ചേച്ചി എപ്പോഴും വലിയ ഇംഗ്ലീഷ് പഠിക്കാൻ പോകും എന്നാ പറയുന്ന മുഴുവൻ പൊട്ടത്തരാണ് താനും എന്ന് കുഞ്ഞു പറഞ്ഞു. നീ അങ്ങനെ എന്നെ കളിയാക്കണ്ട, ഇപ്പം തൈ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന് തന്നെ എന്താ പറയുന്നത്, സോൾട്ട് മാങ്കോട്രി അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കേട്ടതോടെ എന്താ അത് ലാലേട്ടൻ പറഞ്ഞാലേ എന്നായിരുന്നു കുഞ്ഞിയുടെ ചോദ്യം. ആര് പറഞ്ഞാലെന്താ, അതല്ലേ സത്യം എന്ന് രശ്മി ചോദിക്കുമ്പോഴേക്കും എന്താ എടുത്തേമേ അതല്ലേ സത്യം എന്ന് ഉടനെ രശ്മി പാറുവിനോട് അന്വേഷിച്ചു. പാറു അപ്പോഴേക്കും പറഞ്ഞു, അതേ അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല, സത്യത്തിൽ ഈ ഉപ്പുമാവിന് ശരിക്കൊരു ഇംഗ്ലീഷ് പര്യായമില്ല എന്ന് വേണം പറയാൻ. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പേര് കൃത്യമായ ഉപ്പുമാവിന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ഇംഗ്ലീഷിൽ സാധാരണ ഉപ്പുമാവിനെ ഏത് രീതിയിൽ അതിനെ വർണ്ണിക്കുമെന്നുള്ള രീതിയിൽ മറ്റൊരു കടുകട്ടിയായിട്ടൊരു വാക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പാറു. ഇത് കേട്ടതോടെ ആകെ ഞെട്ടിൽ തെറിച്ച് രശ്മി നിൽക്കുക. രശ്മി അത് പറയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതോടെ എല്ലാവരും ചിരിച്ചു. ഉടനെ പാറു പറഞ്ഞു, അതെ രശ്മി നീ വിഷമിക്കണ്ട, നിന്നെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർക്ക് ഉപ്പുമാവ് റെഡിയായെന്ന് പാറു അറിയിച്ചു. അങ്ങനെ ഉപ്പുമാവ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതിനിടെ രശ്മി കുറച്ചുകൂടി ചോദിച്ചു. അത് കണ്ട ഉടനെ പാറു പറഞ്ഞു, അതെ ഞാൻ ഇനിയും തരാം, ഇനിയും വേണമെങ്കിലേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇംഗ്ലീഷിൽ തരണമെന്ന് പറഞ്ഞു. അത് കേട്ടതോടെ രശ്മി ആകെ പ്രശ്നത്തിലായി. ഉടനെ രശ്മിയോട് പാറു ചോദിച്ചു, അല്ല വാട്ട് ആർ യു ഡൂയിങ് രശ്മി എന്ന് ചോദിച്ചപ്പോഴേക്കും ഐ ആം ഈറ്റ് ഉപ്പുമാവ് എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ല മോളെ, ഈറ്റിംഗ് എന്ന് പറയണം, അല്ലെങ്കിൽ ഐ ആം ഹാവിങ് ഉപ്പുമാവ് അങ്ങനെ പറയണം എന്ന് പാറുവിന് തിരിച്ചു കൊടുക്കണം. എന്തായാലും നിന്നെ ഞാൻ നല്ലൊരു ഇംഗ്ലീഷുകാരിയാക്കി നല്ല രീതിയിൽ നിന്നെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചു തരും. നിനക്ക് പറയാനുള്ള ആഗ്രഹമുണ്ടല്ലോ, തെറ്റാണ് നീ പറയുന്നെങ്കിൽ പോലും നീ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വേണ്ടത് എന്ന് പാറു അറിയിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് പാറു പഠിപ്പിച്ചു കൊടുക്കുന്ന ഉറപ്പ് നൽകുമ്പോൾ അത് കേട്ട് എന്ന കുഞ്ഞു ചോദിച്ചു, ഏട്ടത്തിയമ്മേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഏട്ടനെ കൂടി ഇംഗ്ലീഷ് കുറച്ച് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെന്താ പഠിപ്പിക്കാമല്ലോ, ഏട്ടനും കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയട്ടെ എന്ന് എല്ലാവരും സന്തോഷത്തോടെ പറയുന്നു. അത് കേട്ട് എല്ലാവരും സന്തോഷങ്ങൾ നിൽക്കുമ്പോൾ ഗിരി അവിടെ ഹോസ്പിറ്റലിലെ കാർത്തിക ഡോക്ടറെ കണ്ടെത്തി. ഡോക്ടറുടെ അരികിലേക്ക് എത്തിയിട്ട് സിദ്ധ ഡോക്ടറിനെ കുറിച്ച് ഗിരി അന്വേഷിച്ചു. ഉടനെ സിദ്ധാർത്ഥിൻ്റെ പേര് കേട്ടതോടെ വല്ലാത്ത ദേഷ്യത്തിലേക്ക് കാർത്തിക, അതെ എനിക്ക് ആ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യം, ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും, അതെ എനിക്ക് അയാളെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ വേറെ വല്ല പണി നോക്കി, ഇവിടെ വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ നിന്നാണ്ടല്ലോ ഞാൻ സെക്യൂരിറ്റി വിളിക്കുമെന്ന് പറഞ്ഞ് അവർ കാർത്തിക ദേഷ്യപ്പെടുന്നു. ഉടനെ ഗിരി കാർത്തികയുടെ പിന്നാലെ തന്നെ കൂടി, മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ പട്ടണത്തിലേക്ക് വന്ന് തന്നെ സിദ്ധ ഡോക്ടറെക്കുറിച്ച് അറിയാനാണ്. സിദ്ധ ഡോക്ടറെക്കുറിച്ച് മാഡത്തിന് അറിയാമെന്ന് എനിക്കറിയാം, കാരണം താഴെ സിദ്ധ ഡോക്ടറിൻ്റെ ഒപ്പം നിൽക്കുന്ന മാഡത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ മാഡത്തിന് സിദ്ധ ഡോക്ടർ എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. എനിക്ക് സിദ്ധ ഡോക്ടറെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. മാഡം വേണം പോലീസിനെയോ സെക്യൂരിറ്റി ആരെ വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ എനിക്കിതറിയാതെ പോകാൻ പറ്റില്ല. കാരണം ഡോക്ടറുടെ വിവരം അറിയാനായി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലുണ്ട്. പെൺകുട്ടികളുടെ മനസ്സ് മറ്റൊരു പെൺകുട്ടികളെ അറിയുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡോക്ടറെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു മറുപടി എനിക്ക് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ കാർത്തിക ചോദിച്ചു, അതെ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കുന്ന ആ പെൺകുട്ടി പാർവതിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പാർവതിയെ എങ്ങനെ ഡോക്ടർക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഈ സിദ്ധാർത്ഥ് അയാളൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ വല്ലാത്ത ഞെട്ടൽ ഗിരിക്ക്, ഇല്ല അങ്ങനെ സിദ്ധ ഡോക്ടർ പാറുവിനെ ചതിക്കൊന്നുമില്ല, എനിക്കറിയാവുന്ന സിദ്ധ ഡോക്ടർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, അതെ അയാൾക്ക് ഈ ലോകത്തിൽ പാറുവിനോടൊന്നുമല്ല ഒരാളോടും അയാൾക്ക് സ്നേഹമോ കരുണയോ ഒന്നുമില്ല. അയാൾ സ്നേഹിച്ചിട്ടുള്ളത് പണത്തെ മാത്രമാണ്. തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള പണം കിട്ടുകയില്ല എന്നറിഞ്ഞപ്പോൾ വളരെ തന്ത്രപരമായി സിദ്ധാർത്ഥ് പാർവതിനെ ഒഴിവാക്കി. അതാണ് സത്യം. അതെ പാർവതിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ വെറുതെ ആ പെൺകുട്ടിയുടെ ജീവനം ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ അറിയിക്കുക. വെറുതെ സിദ്ധാർത്ഥിനെ നോക്കിയിരുന്ന് സ്വന്തം ജീവിതം പാഴാക്കി കളയരുതെന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും സിദ്ധാർത്ഥ ഡോക്ടർ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ സാറിനെ പോയി കണ്ടോളാം, സാറിനോട് നേരിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോളാം എന്ന്. എന്തിനാണ് പാർവിനെ ഇങ്ങനെ ചതിക്കുന്നതെന്ന് എനിക്കറിയണം എന്ന് ഗിരി പറഞ്ഞു. അത് കേട്ടതോടെ കാർത്തിക പറഞ്ഞു, അതെ ഞാൻ സിദ്ധാർത്ഥിനെയും പാർവതിയുടെ ഒപ്പം
പഠിച്ച കുട്ടിയാണ് ഞാനും. അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ സിദ്ധാർത്ഥ് ഇത്ര വലിയ ഫ്രോഡാണെന്നുള്ള കാര്യം. അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാനത് അന്ന് തന്നെ പാർവതിയെ പറഞ്ഞ് തിരുത്തുമായിരുന്നു. എനിക്കും ഞാനും അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി എന്ന് കാർത്തിക വിഷമത്തോടെ ഗിരിയോട് പറഞ്ഞു. അതെ, നിങ്ങൾ പാർവതിയുടെ ആരാന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗിരി പറഞ്ഞു, ഞാനൊരു ബന്ധുവാണ്. എന്നാൽ ബന്ധു ഒരു കാര്യം ചെയ്യും. ഈ കാര്യം എങ്ങനെയും പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് വെറുതെ സിദ്ധാർത്ഥിന് വേണ്ടി കാത്തിരുന്ന ജീവിതം കളയാതെ ആ പെൺകുട്ടിയോട് മറ്റു വിവാഹം കഴിക്കാൻ പറയണം എന്ന് പറഞ്ഞ് കാർത്തിക അവിടുന്ന് മാറുമ്പോഴേക്കും ഗിരിയോട് പറഞ്ഞു, എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യമില്ല. ഞാനൊരു റെപ്യൂട്ടഡ് ഡോക്ടറാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും. നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് വീണ്ടും ഞാനിവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കാർത്തിക പോകുമ്പോഴേക്കും ഗിരി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്തു ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ച് ഗിരി അങ്ങ് നിൽക്കുമ്പോൾ ഗിരിയുടെ ഫോണിലേക്ക് പാർവതി വിവരം അറിയാനായി വിളിക്കുന്നു. ദൈവമേ, പാറു വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തു പറയുമെന്ന ആശങ്കയോടെ ഗിരി ഫോണിലേക്ക് നോക്കി നിൽക്കുന്നു.